ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സത്യമോളെ വിഷ്ണുവിൻ്റെ മകളാന്ന് വിഷ്ണുവിൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ ഇടയായപ്പോൾ അത് കേട്ട് വളരെ സന്തോഷത്തോടെ നമ്മുടെ രാഘവേട്ടൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ദൈവമേ, ഇതെങ്ങനെയെങ്കിലും ഫാമയെ ഒന്ന് അറിയിക്കണമല്ലോ, അതിനു മുമ്പ് ഞാനിത് മറന്നു പോവുമോ എന്നിങ്ങനെ വിഷമിച്ച് നോക്കുമ്പോൾ ആ സ്കൂളിൽ നിന്ന് ഒരു കുട്ടി ഇങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ട്. കുഞ്ഞെ, മോളെ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ മുത്തശ്ശ എന്ന് ചോദിക്കും. മോളെ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? എന്ത് വേണം? അതെ, ഞാൻ പറയുന്നതെന്ന് മോളൊന്ന് എനിക്ക് എഴുതി തരാമല്ലോ എന്ന് പറയുമ്പോൾ രാഘവേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സത്യ വിഷ്ണുവിൻ്റെ മകളാണെന്ന്. ആ കുഞ്ഞ് അതുപോലെ എഴുതി രാഘവേട്ടൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. സന്തോഷത്തോടെ രാഘവേട്ടൻ ആ കുഞ്ഞ് എഴുതി കൊടുത്തത് വാങ്ങിച്ച് പോക്കറ്റിൽ വെക്കുവാണ്. ഫാമ ശാലിനിയെ വെറുക്കുന്നത് സത്യയുടെ കാര്യം പറഞ്ഞാണ്. ഇന്നത്തോടെ ഫാമയുടെ സംശയമെല്ലാം മാറ്റി കൊടുക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് രാഘവേട്ടൻ പെട്ടെന്ന് വീട്ടിലോട്ട് വരുവാണ്. ഈ സമയത്ത് നമ്മുടെ വിഷ്ണു ജോലി കിട്ടിയ സന്തോഷത്തിന് ലഡു വാങ്ങിച്ചുകൊണ്ട് ആ കളക്ടർ ഓഫീസിൽ വാതൊക്കെ നിൽക്കുന്ന എല്ലാവർക്കും കൊണ്ടു നടന്ന് കൊടുക്കുവാണ്. അങ്ങനെ എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുത്ത് വരുമ്പോൾ നേരെ അനു വരുന്നുണ്ട്. ഹലോ അനു മാഡം, ജോലി കിട്ടിയ സന്തോഷത്തിന് വാങ്ങിയ ലഡുവാ, ഇതൊന്ന് എടുത്താട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ അനു പറയാം, അതെ, 2 മാസത്തെ ലീവിനാ ദാമുവേട്ടൻ പോയിരിക്കുന്നത്. വിഷ്ണു ഒരു കളിയാക്കലോട് അനുവിനോട് പറയാം, അതുകൊണ്ടേ ഈ ലഡു എടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എൻ്റെ അനു മാഡം, ഇതൊന്നും രാമുവേട്ടൻ അറിയാൻ പോകുന്നില്ല. അയ്യോ, അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അധികം സന്തോഷമൊന്നും വേണ്ട, ആളുടനെ തിരിച്ചു വരുമെന്നാ പറഞ്ഞത്. അതിനെന്താ, വന്നോട്ടെ. പുള്ളിയുടെ ഈ ജോലി ഒഴിവുകൊണ്ടല്ലേ എനിക്കിങ്ങനെ ജോലി കിട്ടി ഇങ്ങോട്ട് വരാൻ പറ്റിയത്. അതുകൊണ്ട് രാമുവേട്ടനോട് എനിക്ക് ജന്മം മുഴുവൻ നന്ദിയുണ്ടാവും. എന്താ, ഷുഗർ ഉണ്ടോ അനു മാഡത്തിന്? ഇല്ല. പിന്നെന്തിനാ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? കുറച്ച് ലഡു അങ്ങോട്ട് വാരി എടുത്തോ. അയ്യോ, എനിക്കൊന്നും മതിയേ എന്നും പറഞ്ഞ് അനു ഒരു ലഡുവാണ് എടുക്കുന്നത്. എന്നിട്ട് വിഷ്ണു പോകുമ്പോൾ അവിടെ നിന്നേ, മേഡത്തിന് കൊടുക്കുന്നില്ലയോ? അതിനിപ്പോൾ മേഡത്തിൻ്റെ മൂഡ് എങ്ങനെയാ? വിഷ്ണു ചോദിക്കുക. അനു പറയുന്നത് ഇപ്പോൾ വലിയ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. ലഡു കൊടുത്ത് അടി മേടിക്കണോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ചെല്ല്. ഒരു പക്ഷേ ഈ ഒരു ലഡുവേ മേഡം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലോ എന്നൊക്കെ അനുവും പറയുക. അങ്ങനെ അനുവിൻ്റെ വാക്കും കേട്ടുണ്ട് വിഷ്ണു താണ്ട ലഡുവും കൊണ്ട് ശാലിനി ഇരിക്കുന്ന ആ റൂമിലോട്ട് കയറി പോവുകയാണ്. ശാലിനി എല്ലാം കൊണ്ട് നല്ല ദേഷ്യത്തിലിരിക്കുമായിരുന്നു. അപ്പം താണ്ട ചിരിച്ചോണ്ട് ലഡുവും കൊണ്ട് അങ്ങോട്ട് വരുവാണ് വിഷ്ണു. ശാലിനി ഒരു ഗെയിമേൽ അങ്ങോട്ട് ഇരുന്നുണ്ട്. എന്തായത്? അതേ, ഒരു പാക്കറ്റ് ലഡുവും കൊണ്ട് വന്നതാ. ഒരു ഓഫീസിനകത്തോട്ട് കയറി വരുന്നത് ഇങ്ങനെയാണോ? വിഷ്ണുവും വിടുന്ന ലക്ഷണമില്ല. വിഷ്ണു പറയാ, അയ്യോ, കയ്യിൽ ലഡു ഇരുന്നത് കൊണ്ട് എനിക്ക് മുട്ടാൻ പറ്റിയില്ല, ഞാൻ അങ്ങോട്ട് തിരിച്ചു പോയിട്ട് മുട്ടിയിട്ട് വരട്ടെ. ശാലിനിക്കുള്ളിൽ ചിരി വരുന്നെങ്കിലും അതൊക്കെ അടക്കിക്കൊണ്ടാണ് ശാലിനി ഗൗരവം നടിക്കുന്നത്. എന്നിട്ട് പറയുന്നു, എന്നാ വേണ്ട. വിഷ്ണു ചിരിച്ചോണ്ട് പറയാം, മേഡം എന്നാൽ ഈ ലഡു കഴിച്ചാട്ടെ. ശാലിനി ഒരല്പം ദേഷ്യഭാവത്തിൽ പറയാം, ഇന്നെന്താ പ്രത്യേകത? തൻ്റെ ഭാര്യ പ്രസവിച്ചോ? അയ്യോ ഇല്ല എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ, സാധാരണ ഇവിടെയൊക്കെ ലഡു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ്. എൻ്റെ ഭാര്യ ഒരു 6 വർഷം മുമ്പ് പ്രസവിച്ചു മാഡം. 1 അല്ല 2 ഇരട്ടക്കുട്ടികളാ. അപ്പോൾ പിന്നെ ഇതെന്താ, ജോലിക്ക് കയറിയതിൻ്റെ ചിലവാണോ? അയ്യോ അതെ മാഡം, ഒരു പക്ഷേ ഇപ്പോൾ ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ശമ്പളം കിട്ടുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. അതിൻ്റെ കാരണം എന്താണെന്ന് മാഡത്തിന് അറിയാവോ? എൻ്റെ ഭാര്യയെ ഒരു ആർത്തിക്കാരിയാണ്. കാശിൻ്റെ കാര്യത്തിൽ വലിയ പുലിവാല. ഞാൻ ശമ്പളവും കൊണ്ട് ചെല്ലുന്നതെന്നൊക്കെ വാതിക്കുന്നാണ്ട് ഇങ്ങനെ കണ്ണും മുളച്ച് നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് മാഡം എൻ്റെ കുത്തിന് പിടിച്ച് എൻ്റെ ശമ്പളം മേടിക്കുമെന്നേ. ശാലിനിക്ക് ചിരി വരുന്നുണ്ട്, പക്ഷെ ചിരിക്കാൻ പറ്റില്ലല്ലോ. വിഷ്ണുവിൻ്റെ കണ്ണിലോട്ട് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. എന്ത് ചെയ്യാനാ മാഡം, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോവുക. ഇനി എന്ത് ചെയ്യാൻ പറ്റും? 2 കുട്ടികളുണ്ടായി പോയില്ലേ. എന്നാൽ മാഡം ഈ ലഡു ഞാനിവിടെ വെക്കുവാണ്. മാഡത്തിന് മധുരം കഴിക്കണം തോന്നുമ്പോൾ ഇതെടുത്ത് വെച്ച് കഴിക്കാമല്ലോ. എന്നിട്ടും പെറുവിർക്കുന്ന് കൊടുത്ത കൊല്ലത്തും കിട്ടുപടി കളക്ടർ മോളെ. അങ്ങനെ പെറുവിർത്തോണ്ട് നിൽക്കുന്ന വിഷ്ണുവിനെ നോക്കിയിട്ട് ശാലിനി ചോദിക്കുന്നു, എന്തേ പോന്നില്ലേ? അയ്യോ പോവുക, ദാണ്ട പോയേ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി പറയുക, ദാണ്ട അവിടെ തന്നെ കണ്ടേക്കണം, എനിക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. വിഷ്ണു അങ്ങനെ പുറത്തു വന്ന് ശാലിനി പോകേണ്ട ആ കാറിൻ്റെ അടുത്ത് അങ്ങനെ നിൽക്കുക. ADM ജോൺ ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കുന്നുണ്ട്. വിഷ്ണുവും നോക്കുന്നുണ്ട്. ഇവൻ എന്തോ പണി പറ്റിക്കാനുള്ള പരിപാടിയാണല്ലോ എന്ന് വിഷ്ണുവിന് മനസ്സിലായി. അപ്പോഴങ്ങോട്ടൊരു കാറ് വരുന്നുണ്ട്. ആ കാറിൽ നിന്ന് കുറച്ച് പ്രായമുള്ള ഒരു മനുഷ്യൻ വരുന്നുണ്ട്. അയാൾ നേരെ ADM ജോണിൻ്റെ അടുത്തോട്ട് വന്ന് ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണു കണ്ടിട്ട് പറഞ്ഞു, സാറേ ആ കാർ അല്പം ഒന്ന് മാറ്റിയിട്ടേക്കണേ, മാഡത്തിന് ഇപ്പോൾ പുറത്തു പോകാനുള്ളതാണ്. അതിനെന്താ, ഞാൻ ഇപ്പം തന്നെ തിരിച്ചു വരുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ADM പറയുന്നു, നിങ്ങളെ ആ ചാവി അവനും കൊടുത്തേച്ചാൽ മതി, അവൻ ആ വണ്ടി മാറ്റിയിട്ടോളും എന്നും പറഞ്ഞ് ജോൺ ആ വന്ന ആളിൻ്റെ ചാവി വാങ്ങി വിഷ്ണുവിനൊരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ആ കാറിൻ്റെ ചാവി വിഷ്ണുവിൻ്റെ മുന്നിലോട്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുക്കുവാണ്.
വിഷ്ണുവിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. വിഷ്ണു ഇങ്ങനെ ദേഷ്ടിച്ച് ADMനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ആ ചാവി എടുത്തുകൊണ്ട് പോയി കാറ് മാറ്റിയിടുന്നുണ്ട്. ഇവനെയൊക്കെ നിർത്തേണ്ട നിർത്തണം. താക്കോലെറിഞ്ഞു കൊടുത്തത് അവനങ്ങോട്ട് പിടിച്ചില്ല. നമുക്കെന്താ, പോകാൻ പറ എന്നൊക്കെ ജോൺ പറഞ്ഞിട്ട് അയാളുമായിട്ട് കളക്ടർ റൂമിലോട്ട് വരുവാണ്. കുറച്ച് ദേഷ്യമൊക്കെ വിഷ്ണുവിൻ്റെ അടുത്ത് അഭിനയിച്ചെങ്കിലും നമ്മുടെ ശാലിനിക്ക് വിഷ്ണു കൊണ്ടുവന്ന ലഡ്ഡു തിന്നാതിരിക്കാൻ പറ്റില്ല. അവൾ കുറച്ച് നേരം അതിലോട്ട് നോക്കിയിട്ട് ആർത്തിയോടെ വളരെ സന്തോഷത്തോടെ ഒരെണ്ണം എടുത്ത് വായിലോട്ട് വെക്കാൻ ഒരുങ്ങുമ്പോഴാണ് ആ ADM ജോണും കൂടെ ഒരുത്തനുമായിട്ട് അങ്ങോട്ട് കയറി വരുന്നത്. മാഡം, ഇത് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് കൊടുങ്ങാനൂർ ദിവാകരൻ സാർ. ശാലിനി അവരോട് ഇരിക്കാനൊക്കെ പറയുന്നു. അവരങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവൻ എന്തോ അടുത്ത തരികിടയും കൊണ്ട് വരുവാണല്ലോ എന്ന് ശാലിനിക്ക് മനസ്സിലായി. ശാലിനി ചോദിക്കുന്നു, എന്താ ജോൺ ഈ വരവിൻ്റെ ഉദ്ദേശം? മാഡം, അതാ ഫ്ലാറ്റിൻ്റെ തീരുമാനം. അത് എൻ്റെ തീരുമാനം ഞാൻ വ്യക്തമാക്കിയതാണല്ലോ ജോണേ. പിന്നെ അതിൻ്റെ പേരിലൊരു സംസാരം ഇനി വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പാർട്ടി പ്രസിഡന്റ് ദിവാകരൻ പറയുന്നു, സംസാരമൊന്നും വേണമെന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് ആ ഫ്ലാറ്റ് അവിടെ വേണമെന്നുണ്ട്. അയാളുടെ അഹങ്കാരവും അഹങ്കാര ഭാവവും കണ്ടിട്ട് ശാലിനി പറയുക, എൻ്റെ അനുമതിയോടെ ആ ഫ്ലാറ്റ് അവിടെ പണിയില്ല. ഇനി നിങ്ങൾക്കവിടെ കെട്ടിപ്പൊക്കിയാൽ മതിയാവൂ എന്നാണെങ്കിൽ ശ്രമിച്ചു നോക്ക്. ഞാനും ശ്രമിച്ചു നോക്കാം. അതെന്തിനാണെന്നറിയാമോ? അതവിടെ ഉയരാതിരിക്കാൻ. അപ്പോഴത്തേക്ക് അയാളുടെ ഭാവം അങ്ങ് മാറി. നിങ്ങൾ എന്താ മാഡം, വ്യവസായം വളരാൻ അനുവദിക്കത്തില്ലേ? നിങ്ങളെപ്പോലെ ഉള്ളവരാണ് ഇവിടെ നശിപ്പിക്കുന്നത്. ഈ ഫ്ലാറ്റ് ഇവിടെ ഉയരുവാണെങ്കിൽ എത്ര പേർക്ക് അന്നം കിട്ടുന്നതെന്ന് മാഡത്തിന് അറിയാവോ? അത് കേട്ടിട്ട് ശാലിനി പറയാം, നിങ്ങളടക്കം 3-4 പേർക്ക് ആജീവനാന്തം അന്നം കിട്ടുന്നുള്ള പദ്ധതിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിതിനെ എതിർക്കുന്നത്. കടൽ കടന്നുപോയി നാട്ടിലൊരു ഫ്ലാറ്റ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവാസികൾക്കറിയില്ലല്ലോ ഭാവിയിൽ അതിൽ താമസിക്കാൻ പറ്റാത്ത ചതിക്കുഴികളുണ്ടെന്ന്. ഭാവിയിൽ പൊളിച്ചു കളയാൻ പാകത്തിന് കെട്ടിപ്പൊക്കുന്ന ഈ ഫ്ലാറ്റ് കച്ചവടം കൊണ്ട് നിങ്ങളിവിടെ എന്ത് വ്യവസായമാണ് വളർത്താൻ ശ്രമിക്കുന്നത്? വ്യവസായം വളർത്തുന്നില്ലെന്നേ നിങ്ങളിപ്പോൾ തൊണ്ട കീറി അങ്ങ് പറഞ്ഞല്ലോ. സംസ്ഥാനത്ത് വ്യവസായം മുരടിച്ച് എത്ര സ്വകാര്യ കമ്പനികളാണ് തുറന്ന് പ്രവർത്തിക്കാൻ ഉള്ള ഒരു സമ്മതപത്രത്തിനു വേണ്ടി കാത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? എത്ര സ്വകാര്യ വ്യക്തികളാണ് തങ്ങളുടെ ബിസിനസ്സും കൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറി പാർത്തതെന്ന് വല്ലതും നിങ്ങൾക്കറിയാവോ? എത്രയെത്ര ഗവൺമെൻറ് സബ്സിഡിയിൽ വാങ്ങിയ ഉപകരണങ്ങളാണ് തുരുമ്പെടുത്ത് മണ്ണിൽ ഇരുമ്പ് സമ്പത്തും ധാന്യ സമ്പത്തുമായി കെട്ടിക്കിടക്കുന്നതെന്ന് വല്ലതും നിങ്ങൾക്കറിയാവോ? ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് വ്യവസായം വളർത്തുന്നില്ലെന്ന് എത്ര ലാഘവത്തോടെയാണ് നിങ്ങൾ പറഞ്ഞത്? പാർട്ടി പ്രസിഡന്റിന് ദേഷ്യം വന്നിട്ട് വയ്യ. അയാൾ പറയുന്നുണ്ട്, വിളിച്ചു വരുത്തി അപമാനിച്ചതിന് കളക്ടർ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും. ശാലിനിയും വിട്ടുകൊടുക്കാൻ യാതൊരു ഭാവവുമില്ല. നിങ്ങൾ ഇവിടെ വന്ന് കാണിച്ച ഈ വില കുറഞ്ഞ പരിഹാസ നാടകത്തിനുണ്ടല്ലോ, തറ ടിക്കറ്റിനുള്ള വാല്യൂ പോലും ഈ കളക്ടർ ശാലിനി വിഷ്ണു തരില്ല. പിന്നെ അല്ലേ നിങ്ങളുടെ ഒരു കനത്ത വില? മിസ്റ്റർ ജോൺ എബ്രഹാം, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് എൻ്റെ മുഖത്ത് നോക്കി പറയണം. അല്ലാതെ ഇതുപോലെയുള്ള സംസ്കാര ശൂന്യരായ മീഡിയേറ്ററുകളെ വിളിച്ച് അവരുടെ സഹായവുമായി ഇനി എൻ്റെ ഈ ക്യാബിനിലോട്ട് ഒരിക്കൽ കൂടി താൻ വന്നാലുണ്ടല്ലോ, ഈ ശാലിനി വിഷ്ണു ആരാണെന്നുള്ളത് നിങ്ങൾ അറിയും. പെട്ടെന്ന് പാർട്ടി പ്രസിഡന്റ് ചാടി എഴുന്നേറ്റിട്ട് പറയുക, ഈ കളി തീക്കളിയാണ്. ഈ തീ കാട്ടുതീയാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വെറും സെക്കൻഡുകൾ മാത്രം മതി. അത് കേട്ടിട്ട് നമ്മുടെ ശാലിനി ഒരു പരിഹാസ ചിരിയോടെ പറയാം, നിങ്ങൾക്കിത് കാട്ടുതീയായിരിക്കും. എനിക്ക് ഈ പണ്ട് ഇരുട്ടത്ത് കത്തിച്ചു കൊണ്ടുവരുന്ന ഒരു കുറ്റിച്ചൂട്ടില്ലേ, അത്ര മാത്രമേ ഉള്ളൂ. അത് കേൾക്കുമ്പോൾ ADM ജോണിൻ്റെ മുഖമൊന്ന് കാണണം. എങ്കിൽ നമുക്ക് കാണാം എന്ന് പാർട്ടിക്കാരൻ പറയുമ്പോൾ ശാലിനി പറയാം, ഇനിയും ഇയാൾ ഇവിടെ നിന്ന് നാവാടിയാൽ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ ശാലിനിയെ ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞു ആ ഒരൊറ്റ കുറ്റത്തിന് ഇയാളെ പിടിക്കാൻ അകത്തിട്ടെന്ന് വരും. നമുക്ക് വീണ്ടും കാണേണ്ടി വരും എന്നിങ്ങനെ അങ്ങേര് പറയുമ്പോൾ ശാലിനി പറയാം, അതിനെന്താ, കാണാമല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ രാഘവേട്ട സ്കൂളിൽ നിന്ന് ആഞ്ഞി പിടിച്ച് വലിയ സന്തോഷത്തോടെ വരുവാണ്. എത്രയും പെട്ടെന്ന് ഫാമയോട് ഈ വിവരം പറയണം എന്നുള്ള സന്തോഷം കൊണ്ടാണുള്ള വരവ് കാണണം. അകത്തോട്ട് വന്ന് നോക്കിയിട്ട് ഫാമയെ അവിടെ നിന്നും കാണുന്നില്ല. പെട്ടെന്ന് രാഘവേട്ടൻ ആ പോക്കറ്റിൽ വെച്ചിരുന്ന ആ ലെറ്റർ ഉണ്ടല്ലോ, അതായത് വിഷ്ണുവിൻ്റെ മകളാ സത്യ എന്നെഴുതിയ പേപ്പർ, അതെടുത്ത് അലമാരി തുറന്ന് സത്യാമ്മയുടെ ഒരു സാരിയുടെ ആ അടിയിലോട്ട് അങ്ങോട്ട് കയറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് രാഘവേട്ടൻ ഇങ്ങനെ വലിയ സന്തോഷത്തോടെ പുറത്തോട്ട് വരുമ്പോൾ നമ്മുടെ പൊന്നിയാണ് വരുന്നത്. അല്ല, ഫാമ എന്തിയെ നട പിന്നാടി വരുന്നുണ്ട്.
ആ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എന്തോ പറയാനായിട്ട് സത്യാമ്മയെ പിടിച്ചട വഴി നിർത്തിയിരിക്കുക. ഓ, ഞാനിങ്ങ് പോന്നു. രാഘവേട്ടനാണെ ഈ സന്തോഷ വാർത്ത സത്യാമ്മയോട് പറയാഞ്ഞിട്ടും വയ്യ. അങ്ങ് സന്തോഷത്തിൽ നിന്ന് തുള്ളുന്ന പോലെ നിൽക്കുവാണ്. ഫാമ ഇങ്ങോട്ട് വന്നിട്ട് ഈ വിവരം പറയുമ്പോൾ ഫാമയുടെ ആ സന്തോഷം എനിക്ക് നേരിട്ട് തന്നെ കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ സത്യഭാമ വരുന്നോ നോക്കി നിൽക്കുക. അതുകൊണ്ട് ഫാമ വരുന്നുണ്ടല്ലോ, കയ്യോടെ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ഫാമേ, എളുപ്പം വാ. എന്താ രാഘവേട്ടാ? ഒന്ന് വേഗം വാ ഫാമേ, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ രാഘവേട്ടാ? എനിക്ക് ഫാമയ്ക്ക് സന്തോഷം കിട്ടുന്ന ഒരു വാർത്ത പറയാനുണ്ട്. എന്നാൽ പിന്നെ രാഘവേട്ടൻ പറ, അത് ഞാൻ കേട്ടിട്ടേ ഇനി അകത്തോട്ട് കയറുന്നുള്ളു. അത് പിന്നെ ഫാമേ, നമ്മുടെ വിഷ്ണുവിൻ്റെ ഇത്രയും പറയുമ്പോഴത്തേക്കും ദാണ്ടൊരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വരുന്നുണ്ട്. അതിൽ നൈജി ഹമീദാണ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. നിങ്ങൾ വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയല്ലയോ എന്നിങ്ങനെ ഐജി ചോദിക്കുവാണ്. നിങ്ങളുടെ മകൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ സത്യാമ്മ പറയുന്നു, സാറേ എന്താ പ്രശ്നം? അതേ, പ്രശ്നം എന്താണെന്ന് പറഞ്ഞെങ്കിലേ നിങ്ങളുടെ മകൻ എവിടെ ഉണ്ടെന്ന് നിങ്ങൾ പറയത്തുള്ളോ? അയ്യോ അതല്ല സാറേ, എന്താണ് കാര്യമെന്നറിയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? എന്നാൽ കേട്ടോ, അബൂബക്കർ എന്ന് പറയുന്ന ആളിൻ്റെ മകൻ നസീറിനെ കാണാതായത് ശാരദയുടെ വീട്ടിൽ വെച്ചാണ്. അന്നേ ദിവസം അവിടെ വെച്ചാണ് നൂർജഹാനെ രക്ഷിച്ചു കൊണ്ടുപോകാനായി വിഷ്ണു ശ്രമിക്കുന്നതും പിടിക്കപ്പെടുന്നതും. അന്നത്തെ ആ ദിവസത്തിന് ശേഷം നസീറിനെ ഇന്ന് വരെ ആരും ജീവനോടെ കണ്ടിട്ടില്ല. നസീറിനെ കാണാത്തതിൽ ഞങ്ങൾക്ക് സംശയം വിഷ്ണുവിനെയാണ്. സാറേ, അവനവിടെ ഇല്ലായിരുന്നു അന്നത്തെ ദിവസം. അവൻ അങ്ങോട്ട് ചെന്നത്. അതെ, അവൻ അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതേ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. പക്ഷേ എനിക്കറിയേണ്ടത് വിഷ്ണു ഇപ്പോൾ എവിടെ ഉണ്ടെന്നാണ്. രാഘവേട്ടൻ പറയുന്നത് വിഷ്ണു ഇപ്പോൾ ഇവിടെ ഇല്ല സാറേ. സാറിന് സംശയം ഉണ്ടെങ്കിൽ കയറി നോക്ക്. സത്യാമ്മ പറയുന്നുണ്ട്, സാറേ എൻ്റെ മോൻ ആരെയും കൊല്ലാനുള്ള ചങ്കുറപ്പും തൻ്റെയോടോ ഒന്നുമില്ല. സാറ് വെറുതെ അവനെ സംശയിച്ചിട്ട് സാറിൻ്റെ സമയം കളയണ്ട. അത് കേട്ടിട്ട് ഐജി പറയുന്നു, എനിക്ക് സമയത്തിൻ്റെ കാര്യത്തിൽ വലിയ കണിശക്കാരനാണ്. സമയം വെറുതെ കളയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. പിന്നെ എനിക്ക് ഈ വരവിൽ ഒരു നഷ്ടവും തോന്നുന്നില്ല. അന്നേ ദിവസം നൂർജഹാനെ രക്ഷിക്കാനായി വിഷ്ണു അവിടെ വന്നപ്പോൾ നസീറിനെ കണ്ടിരിക്കാം. അങ്ങനെ അവിടെ വെച്ച് ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് അത് അടിപിടിയിൽ കലാശിച്ചിരിക്കും. ചിലപ്പോഴങ്ങനെ കയ്യിൽ കിട്ടി എന്തെങ്കിലും വെച്ച് വിഷ്ണു നസീറിനെ ആക്രമിച്ചിട്ടും ഉണ്ടാകാം. ഞാൻ ഈ പറയുന്നതൊക്കെ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇത് തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നിങ്ങനെ ഐജി അവിടെ തറപ്പിച്ച് പറയുവാണ്. നിങ്ങൾ വിഷ്ണുവിൻ്റെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞ് രാഘവേട്ടൻ നിന്നിങ്ങനെ നോക്കുക. പെട്ടെന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ലല്ലോ രാഘവേട്ടന്. അങ്ങനെ എന്തൊക്കെയോ കുറച്ച് നമ്പറുകളൊക്കെ നമ്മുടെ രാഘവേട്ടൻ പറയുന്നുണ്ട്. ആ നമ്പരൊക്കെ വെച്ചിട്ട് ഐജി വിളിക്കുമ്പോൾ ഏതോ റിസോർട്ടിൻ്റെയാണ്. താനെന്താടോ കളിയാക്കുവാണോ? ഇത് ഏതോ റിസോർട്ടിൻ്റെ ആണല്ലോ. പോലീസിൻ്റെ അടുത്ത് താൻ തൻ്റെ നമ്പർ ഇറക്കുന്നു എന്ന് ദേഷിക്കുമ്പോൾ സത്യാമ്മ പറയുന്നത്, സാറേ അങ്ങനെ പറയരുത്, അദ്ദേഹത്തിന് കുറച്ച് ഓർമ്മക്കുറവുണ്ട്. വിഷ്ണുവിൻ്റെ നമ്പർ ഞാൻ പറഞ്ഞു തരാം എന്നും പറഞ്ഞ് സത്യാമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ നമ്പരൊക്കെ വാങ്ങിയിട്ട് ഐജി പറയുന്നു, ഞാനിപ്പോൾ പോകുന്നു, പക്ഷേ ഇനിയും വരും. കുഴിച്ചു മൂടിയത് എന്തായാലും ഉഴുതുമറിച്ച് പുറത്തെടുത്തിട്ടേ ഞാൻ ഈ കേസ് അവസാനിപ്പിക്കൂ എന്നും പറഞ്ഞ് ചവിട്ടി തേച്ച് മറിച്ച് ദാണ്ട ഐജി അങ്ങ് പോകുന്നുണ്ട്. സത്യാമ്മ സങ്കടത്തോടെ രാഘവേട്ടനെ നോക്കുക. സത്യാമ്മയുടെ ആ സങ്കടത്തോടുള്ള നിപ്പ് കണ്ടിട്ട് രാഘവേട്ടനൊന്നും പറയാനും പറ്റുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, വളരെ സന്തോഷത്തോടെ ഓടി വന്നതാണ് രാഘവേട്ടൻ സത്യാമ്മയോട് സത്യമോളെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പറയാൻ. പക്ഷെ അതൊന്നും പറയാനും പറ്റിയില്ല. ഒരു കുറ്റവും ചെയ്യാത്ത വിഷ്ണുവിൻ്റെ പുറകിന് അടുത്ത കേസും വരുവാണ്. ഇനി ആ കേസിൻ്റെ പുറകിലുള്ള ഓട്ടം എന്തൊക്കെയായിരിക്കും എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.